അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ വിജയ് രൂപാണിയുടെ വസതിയിലെത്തി കുടുംബത്തെ വിവരം അറിയിച്ചു. സംസ്കാര ചടങ്ങുകൾ ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടക്കും. ഇതുവരെ 33 മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. આદરણીય માજી મુખ્યમંત્રી વિજયભાઈ રૂપાણી સાહેબનું ડીએનઓનું ક્રોસ વેરિફિકેશન થયું. એ સમાચાર મળતાની સાથે આદરણીય મુખ્યમંત્રી ભૂપેન્દ્રભાઈ પટેલ સાહેબ વિજયભાઈ સાહેબના પરિવારના સભ્યો ગાંધીનગર સ્થિત એમના નિવાસસ્થાને હતા. ત્યાં જઈને મળ્યા, ત્યાં સમાચાર આપ્યા અને પરિવારને કહ્યું કે હવે બાકીની જે વિધિ એમનો પાર્થિવ દેહ લેવાની અને એની સાથે પાછળની જે અંતિમ વિધિની પ્રક્રિયા માટે એમને કહ્યું છે અને એ જે પ્રમાણે પરિવાર નક્કી કરે એ પ્રમાણે રાજ્ય સરકાર મદદ કરી અને એ બાકીની કાર્યવાહી કરશે. അഹമ്മദാബാദിൽ നിന്നും PR അരവിന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അരവിന്ദ്, വിജയ് രൂപാണിയുടെ മൃതദേഹം ഇനി വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഒപ്പം മറ്റ് DNA പരിശോധനകളുടെ റിസൾട്ടൊക്കെ എപ്പോഴത്തേനാണ് വരിക? ചീന DNA പരിശോധന ഇപ്പോൾ ഊർജിതമായി തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 33 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരിൽ 33 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നിരവധി മൃതദേഹങ്ങളും കൈമാറിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. 11:10 കൂടിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞതായി ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെ വിജയ് രൂപാണിയുടെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബത്തെ ഈ വിവരം അറിയിച്ചിരിക്കുകയാണ്. രാജ്കോട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടക്കുമെന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മൃതദേഹം ഏറ്റുവാങ്ങുന്നത് കുടുംബത്തിന്റെ സൗകര്യമനുസരിച്ചായിരിക്കും. കുടുംബവുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുന്നു എന്നതാണ് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ 33 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ ഈ മൃതദേഹങ്ങളടക്കം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന മുറയ്ക്ക് തന്നെ ആംബുലൻസുകൾ ഇവിടേക്ക് എത്തും. അവർ ഈ ബന്ധുക്കളുമായി അകത്ത് ആശയവിനിമയം നടത്തുന്നുണ്ട്. പിന്നീട് ഈ മൃതദേഹങ്ങളിൽ നിന്ന് അടക്കം ലഭിച്ച സാധനങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. എന്നിട്ട് ആംബുലൻസുകൾ എത്തിക്കൊണ്ട് മൃതദേഹം ആംബുലൻസുകളിൽ കയറ്റി വിടുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എയർ ഇന്ത്യ പ്രത്യേകം സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ ജന്മനാടുകളിലേക്ക് അടക്കം മൃതദേഹം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. ഇപ്പോൾ തിരിച്ചറിഞ്ഞ 33 മൃതദേഹങ്ങൾ 33-ൽ ഭൂരിഭാഗം പേരും ഗുജറാത്ത് സ്വദേശികളാണ്. ഒരു വിദേശ പൗരയുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങോട്ട് എത്തി മൃതദേഹം ഏറ്റുവാങ്ങുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചീന. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. 33 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്.